നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം മേക്കപ്പ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മേക്കപ്പിന് മുന്നേ ആയിട്ട് ഒരു ബേസ് എന്ന നിലയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അതിനുശേഷം ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ് ലിപ്പ് ബാം യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഐബ്രോസ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഞാൻ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ CC ക്രീമോ ഒന്നും എടുക്കുന്നില്ല. പകരം കൺസീലർ കൊണ്ടാണ് ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഫേസിൽ മൊത്തമായിട്ട് കൺസീലർ ഇടുന്നില്ല. എവിടെയൊക്കെയാണോ ഡാർക്ക് പോലെ തോന്നുന്നത്, ഇപ്പോൾ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ, പിന്നെ അതുപോലെ വായക്ക് ചുറ്റുമൊക്കെ കറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ അങ്ങനെയൊക്കെ മാത്രമായിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിലേതായാലും കാണുമല്ലോ ഇതിൻ്റെ ഒരു അംശം. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എസ്പെഷ്യലി കണ്ണിനടിയിൽ, അല്ലെങ്കിൽ അതിങ്ങനെ പുട്ടിയടിച്ച പോലെ എടുത്ത് കാണിക്കും. അപ്പോൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. ബ്ലെൻഡിങ്ങിലാണ് കാര്യം, അല്ലെങ്കിൽ പുട്ടിയടിച്ച പോലെ ഉണ്ടാകും. പിന്നെ എപ്പോഴും നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് എടുക്കാനും നോക്കുക. ഇനി ഞാൻ ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ണിനടിയിലാണ്, ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട്. കണ്ണിനടിയിൽ എനിക്ക് വേർക്കും, അതൊക്കെ കൊണ്ട് കണ്ണിനടിയിലും അതുപോലെ തന്നെ കൺപോളയിലൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. പിന്നെ എവിടെയൊക്കെയാണോ എനിക്ക് വേർക്കുന്നത് അവിടെയൊക്കെ മാത്രമായിട്ടാണ് ഞാൻ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫേസ് ഇടാം. ഫുൾ ഫേസ് കോമ്പാക്റ്റോ അല്ലെങ്കിൽ പൗഡറോ യൂസ് ചെയ്യാം. ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ഒരു ബേസിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു സാൻഡൽ കളർ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐലിഡിൽ മാത്രമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഒരു ബേസ് കൊടുക്കാൻ നല്ലതാണ്. എപ്പോഴും ഇതുപോലെ നിങ്ങളെപ്പോഴും ഐ ഷാഡോ ഇടുമ്പോഴൊരു ബേസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാനൊരു ഷിമ്മറി ഷെയ്ഡാണ്, ഏകദേശം നമ്മുടെ ഡ്രസ്സിൻ്റെ കളറുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വിരൽ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വിരൽ കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് അതുപോലെ ചെയ്യാം. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ സെറ്റാണ്. സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ഐ ഷാഡോ കൂടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല, ഞാൻ ഐലൈനർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാജൽ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇന്നത്തെ മേക്കപ്പിൽ കാജൽ യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്, ലാഷസൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മസ്കാര കൂടെ ഇടുമ്പോൾ കണ്ണ് കുറച്ച് വലുതായി കാണിക്കും. പിന്നെ മാത്രമല്ല നല്ല ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ചെയ്ത കണ്ണിൻ്റെ മേക്കപ്പൊക്കെ ഒന്ന് എടുത്ത് കാണിക്കും. ഇനി നമ്മൾ ഫേസിൽ വേറെ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ബ്ലഷോ ഹൈലൈറ്ററോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറുമായിട്ട് മാച്ച് ആവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതിന് മേലെ ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്തിരുന്നു, ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റോൺ പൊട്ടും കൂടെ വെച്ചു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് ആണ് ഇടുന്നത്. ഇതൊരു ജ്വല്ലറി അയച്ചെന്ന ഇയറിംഗ് ആണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുടിയൊന്ന് കെട്ടണം. അപ്പോൾ നല്ലോണം ഫ്രിസി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രിസി ഫ്രീ ഹെയർ ആക്കാനും അതുപോലെ തന്നെ ജടയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സെറം ആണ്. ഓയിൽ സെറം ആണെങ്കിലും നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സെറം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഫ്രിസി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി നമ്മുടെ പഴയൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ നല്ലൊരു സെറമാണ് കേട്ടോ, നല്ലൊരു സെറമാണ്. ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സൺലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെറമാണിത്. അപ്പോൾ നമുക്കിത് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ എന്താ പറയുക, നമ്മുടെ മുടി ഫ്രിസി ആണെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അയണിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം. ഹെയർ സ്പാ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഹെയർ സെറമാണിത്. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെയൊക്കെ കളർ ചെയ്ത ഹെയറാണ്, പെർമനൻ്റായിട്ട് കളർ ചെയ്ത ഹെയറാണ്. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ്. പിന്നെ 6 ഫ്ലവേഴ്സ് ഓയിലാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട്.
പിന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സെറം കൂടിയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വലത് സൈഡിലാണ് ഇതുപോലെ പാർട്ടീഷൻ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ കോമ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ ചീകി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയണിങ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. മുടിയിലിങ്ങനെ അതായത് അയണിങ് ചെയ്യുന്നതിനോടൊക്കെ വലിയ താല്പര്യമില്ല എനിക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മുന്നേ ഞാൻ വേറൊരു ഹെയർ സ്റ്റൈലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ലാസ്റ്റ് വിചാരിച്ചു ഇതുപോലെ ചെയ്യാമെന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങളൊരു ടിക് ടാക്ക് യൂസ് ചെയ്തിട്ടോ പിന്ന് യൂസ് ചെയ്തിട്ടോ ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് സൈഡിലെ മുടി ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും. ഇങ്ങനെ ടൈറ്റാക്കി കെട്ടുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് കുറച്ച് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ഒരു സ്റ്റൈല്. അപ്പോൾ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്കൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇയർ റിംഗ് യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് നെക്ക് പീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് മേക്കപ്പ് ലുക്ക്, നമ്മുടെ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫുൾ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഞാൻ ഈ ഫോട്ടോകളൊക്കെ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടെ ഫോളോ ചെയ്യാം.